സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യുവർ മല്ലു ജി ഗെയിമർ. സോ ഗൈസ്, ഇന്ന് നമ്മുടെ മല്ലു ജി ഗെയിമറിൻ്റെ ചാനലിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 8 ആണെന്ന് തോന്നുന്നു. അപ്പോൾ 8ലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗൈസ് നമ്മളിന്നൊരു പുതിയ സ്ഥലത്തോട്ട് പോവുകയാണ്. നിങ്ങൾ തമിഴിലും ട്രെയിനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നെതറിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ വലിയ ഇൻട്രോ ഒന്നുമില്ല, കാരണം ഈ ഒരു വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നെതറിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ സ്പ്രൂസ് ഫാമിനെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക്. ഇതിനകത്ത് കുറച്ച് വേറെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്തിൽ ഞാൻ ഫുൾ ഹോപ്പർ വെച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ കുറേ സ്റ്റിക്കും അതുപോലെ തന്നെ ഇത് സാപ്ലിങ്ങും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹോപ്പർ വെച്ചതോടെ അത് നേരെ താഴത്തെ ഹോപ്പറിലേക്ക് കണക്റ്റായി. ഓക്കെ, ഞാൻ വെള്ളത്തിലുമായി. അപ്പോൾ അങ്ങനെ കണക്റ്റായി പോവും. അതൊരു നല്ല കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു. പിന്നെ അയൺ ഫാം ചെറുതായിട്ടൊന്ന് ബ്രേക്കായി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ട്രേഡിംഗ് ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ട്രേഡിംഗ് ഹോൾ അയൺ ഫാമിൻ്റെ തൊട്ടടുത്തായി പോയി. അപ്പോൾ അയൺ ഫാം ബ്രേക്കായി. ഞാൻ പിന്നെ വീണ്ടും ശരിയാക്കിയാണ്. അപ്പോൾ ട്രേഡിംഗ് ഹോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ട്രേഡിംഗ് ഹോൾ ഞാൻ ഉണ്ടാക്കി. ട്രേഡിംഗ് ഹോൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ 2-3 വില്ലേജസിനെ കൊണ്ടുപോയി. അപ്പോഴത്തേക്കാണ് അയൺ ഫാം ബ്രേക്ക് ആയത്. അപ്പോൾ ട്രേഡിംഗ് ഹോൾ കുറച്ചും കൂടെ ദൂരത്തേക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നെതറിൽ വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഓട്ടോക്രാഫ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോക്രാഫ്റ്റർ വെച്ചിട്ട് നമുക്ക് സ്റ്റിക്കൊക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മേളിലൊരു ചെസ്റ്റ്, ഞാൻ ട്രേഡ് ചെയ്ത ഐറ്റംസൊക്കെ ഇതിനകത്ത് വില്ലേജസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അയൺ ഫാം വർക്ക് ആവാത്തതുകൊണ്ട് ഞാൻ എല്ലായിടത്തും നിന്ന് തല്ലിക്കൊന്നു. എന്നിട്ട് ഒരു കോളം വെളിയിൽ സ്പോണായി. അപ്പം ഞാൻ പാത്താക്കിയിട്ട് പിന്നെ വീണ്ടും അയൺ ഫാം ശരിയാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് വെറുതെയാണ് കേട്ടോ നെതറിൽ പോകുന്നത്. കാരണം നമുക്ക് കുറച്ച് ക്വാഡ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഒബ്സർവർ വേണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വരെ നമുക്ക് ഷുഗർ കീൻ ഫാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഒബ്സർവറിന് നമുക്ക് ക്വാഡ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ കൂടെ ആവശ്യമുണ്ട്. ക്വാഡ്സ് മാത്രമല്ല, നമുക്ക് സോൾ സാൻഡ് വേണം. സോൾ സാൻഡ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു സ്പ്രൂസ് ഫാമിൽ ആ മേലിലോട്ട് കയറാൻ വേണ്ടി ഞാൻ ലാഡറാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്കത് എടുത്ത് മാറ്റിയിട്ട് സോൾ സാൻഡ് ആക്കണം. അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് ഇഷ്ടം പോലെ എമറാൾഡ് 1.5 സ്റ്റാക്ക് എമറാൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബിൽഡ് ഞാൻ ഇത്രയും ഇവിടെ വരെ വലുതാക്കി ഉണ്ടാക്കിയായിരുന്നു. ബട്ട് പിന്നെ അയൺ ഫാം വർക്കാവാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് പൊളിക്കാൻ തന്നെയായിരുന്നു. ബട്ട് പകുതിയെ പൊളിച്ചോളൂ, കുറച്ചും കൂടെ പൊളിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തായാലും പൊളിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നെതറിൽ പോവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നെതറിൽ എങ്ങനെയാണ് പോകുന്നത്, അതായത് ഒബ്സീഡിയനോ ഡയമണ്ട് പിക്കാക്സോ ലാവാ പൂളോ ഒന്നും കണ്ടുപിടിച്ചില്ല. അത് ലാവാ പൂള് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ സ്പ്രൂസ് കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഞാൻ ലാവാ പൂള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോർഡിനേറ്റ്സ് എനിക്ക് ഓർമ്മയില്ല, ഏകദേശം സ്ഥലം ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർ ബക്കറ്റും പിന്നെ ഒരു ഡയമണ്ട് പിക്കാക്സും കൂടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ലാവാ പൂളിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് ഒബ്സീഡിയൻ മൈൻ ചെയ്തുകൊണ്ട് നമ്മളെവിടെ സെറ്റ് ചെയ്യും പോർട്ടൽ, നമുക്ക് ഇവിടെ നമുക്കിപ്പോൾ ഒരു ടെമ്പററി പോർട്ടൽ സെറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടെ ആകുമ്പോൾ ഒരു വലിയ ബിൽഡാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ ആയിരിക്കും സെറ്റ് ചെയ്യാൻ നല്ലത്. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 ഡയമണ്ട് ഉണ്ട്, ബട്ട് 3 ഡയമണ്ട് മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡയമണ്ട് അതിനകത്ത് വെച്ചിട്ട് ബാക്കി ഡയമണ്ട് എടുത്ത് നമ്മുടെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയമണ്ട് എടുത്തിട്ട് ഇതിനകത്ത് സ്റ്റിക്ക് 2 എടുക്കാം. സ്റ്റിക്ക് നമുക്ക് 2 എടുത്തിട്ടുണ്ട്, കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മാറ്റിയിട്ട് നമുക്കൊരു ഡയമണ്ട് പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി. ഡയമണ്ട് പിക്കാക്സ് നമ്മൾ കൊണ്ടുപോകുന്നില്ല, കാരണം നമ്മൾ എങ്ങാളും ചത്താലോ. അപ്പോൾ നമ്മൾ ഡയമണ്ട് പിക്കാക്സ് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അയൺ ആർമറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അതിലേക്ക് സോൾ സാൻഡ് ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലും എല്ലാം നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു എലവേറ്റർ സെറ്റാക്കാം. പിന്നെ ഞാൻ ഈ ഒരു ഡെസേർട്ട് കണ്ടത് നമ്മുടെ സ്പോണിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ്. ഞാൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം. നമ്മളിതേ ഇങ്ങോട്ട് നേരെ പോകുമ്പോൾ, പിന്നെ
പിന്നെ ഞാൻ വില്ലേജർ ട്രേഡിംഗ് ഹാള് വേറൊരു സ്ഥലത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ദേ ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുക്കൊരു ട്രേഡിംഗ് ഹാൾ. അതാകുമ്പോൾ നല്ല ദൂരത്താണ്. ദേ ഈ ഒരു പ്ലെയിൻ കണ്ടില്ലേ, ഇവിടെ ഒരു വില്ലേജർ ഇവിടെ ട്രേഡിംഗ് ഹാൾ സെറ്റ് ചെയ്താലോന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് കഴിഞ്ഞ ആ ഒരു ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ട്രേഡിംഗ് ഹാളിൽ തന്നെ അതേ ഡിസൈനിൽ വെച്ചിട്ട് അത് തിരിച്ച് മാറ്റി വെക്കുന്നത്. പിന്നെ ലെവൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, സ്കെൽട്ടൺ ഫാമിൽ പോയി കുറേ ബോണൊക്കെ ഒപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ സ്പ്രൂസ് ഫാം അത്രയും സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ ഇതുവഴിയായിരുന്നു പോയത്, നമ്മുടെ സ്പ്രൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഡെസേർട്ടിലാണ് ഞാൻ കണ്ടത്. കൂടുതലും ഡെസേർട്ടിലാണ് ലാവാ പൂൾസ് കാണുന്നത്. ആ ഒരു ഡെസേർട്ടാണോ ആണോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ. ഇവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് തന്നെ ഇതിൻ്റെ നടുക്കാണ് ലാവാ പൂളുള്ളത്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ ഡ്രൗൺ ഉണ്ട്. ഇത് റിവർ ബയോമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ട്രൈഡൻറ്റിൻ്റെ വല്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ ഡ്രൗണിനെ കിട്ടും. ഡ്രൗണല്ല, ട്രൈഡൻറ്റിനെ കിട്ടും. ഡ്രൗൺ വെച്ചിട്ടാണല്ലോ ട്രൈഡൻ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഫുഡ് 17 ക്യാരറ്റ് ഒരു സ്റ്റാക്ക് എൻ്റെ ഇൻവെൻട്രിയിലുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ആർമറൊന്നും മാറ്റിയതില്ല, നമുക്ക് ചത്താലും കുഴപ്പമില്ല. ഇതൊരു കിടിലൻ വാട്ടർ കേവ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഒബ്സീഡിയൻ ഒക്കെ നമുക്ക് എല്ലാം അങ്ങ് ഇതാക്കിയാലോ. സെറ്റ്. ഓക്കെ, സ്റ്റാർട്ട്. അയ്യോ, ഇതെല്ലാം ആയിപ്പോയ. അത്രയും വേണ്ടായിരുന്നു. എന്തായാലും നമുക്കിനി ഡയമണ്ട് വേണ്ട മതി ഒബ്സിഡിയൻ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഡയമണ്ട് പിക്ക് നമുക്ക് ഇതിൻ്റെ അടിയിൽ ലാവ ഉണ്ടോ എന്ന് നോക്കട്ടെ. അടിയിൽ ലാവയുണ്ട് ഗൈസ്, അടിയിൽ ലാവയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലും കൂടെ അപ്പോൾ നമ്മൾ അടിയിലും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ അയൺ പിക്കസ് അല്ല, ഡയമണ്ട് പിക്കസ് വെച്ച് നമുക്ക് കുഴിച്ച് നോക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം 10 ഒബ്സീഡിയൻ മതി നമുക്ക് ഈ ഒരു പോർട്ടൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എടുക്ക് പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ടൂൾ സ്മിത്തിനെ സെറ്റ് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ ഇതൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് വില്ലേജറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്, അല്ല ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോവുകയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല ഡയമണ്ട് ഇങ്ങനെ മൈൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. കേവ് മൈനിങ് ആണ് എനിക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇങ്ങോട്ട് സൈഡിലോട്ട് ലാവയുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് നോക്കണ്ട, നമുക്ക് ഇപ്പുറത്തോട്ട് നോക്കാം. ഇവിടെ ലാവയുണ്ടോയെന്ന് ഇത് നമുക്ക് കുഴിച്ച് നോക്കാം. അപ്പോൾ എന്തായാലും രാത്രിയാവാറായി, നമുക്ക് ഇനി കുഴിച്ച് നോക്കാം. ലാവ ഗൈസ്, ലാവ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബെഡ് വെച്ചൊന്ന് കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് എന്തായാലും 10 ഒബ്സീഡിയൻ ആയി കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ 10 ഒബ്സീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭംഗിക്ക് ഒരു മിനിറ്റ് 13 ഒബ്സീഡിയൻ നോക്കട്ടെ. ഓക്കെ, 13 ഒബ്സീഡിയൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം ഗൈസ്. അപ്പോൾ നമുക്കിനി എന്തായാലും വീട്ടിലെത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ബിക്കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും ഗൈസ് ഇത്രയും യാത്ര ചെയ്ത് വന്ന്. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് നമ്മുടെ വില്ലേജിൻ്റെ പറയാൻ വേണ്ടത് തൊട്ട് സൈഡിലെത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് നേരെ പോവാം. ഇതാണ് നമ്മുടെ വീട്, സെറ്റായിട്ടുണ്ട് വീട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. നമ്മുടെ ഷീപ്പൂട്ടന്മാരൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് ട്രേഡിംഗ് ഹാള് അവിടെ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ റൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഷുഗർ കെയിൻ ഫാം സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രേഡിംഗ് ഹാൾ. ഓക്കെ. ഷുഗർ കെയിൻ ഫാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബുക്കൊക്കെ വേണം നമുക്ക് ലെക്ടേണൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അവിടുത്തെ ട്രേഡിംഗ് ഹാള് നമുക്ക് ഓഫ് ക്യാമറയിൽ നിന്ന് പൊളിച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു ഇത് സെറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത എപ്പിസോഡിൽ ഷുഗർ കെയിൻ ഫാം സെറ്റ് ചെയ്തിട്ട് ഓഫ് ക്യാമറയിൽ നിന്ന് ട്രേഡിംഗ് ഹാളിൽ പൊടിച്ച് പുതിയ ട്രേഡിംഗ് ഹാള് അവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ. 1 2 3 4 1 2 3 4 5 6. ഓക്കെ, സെറ്റായിട്ടുണ്ട്. ഫ്ലിൻ്റ് എടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ എല്ലാം അപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്, എല്ലാം മറന്നു പോകുന്നത്. എന്താണെന്നറിയുമ്പോഴല്ല, വയസ്സായി വരുമല്ലേ ഞാനൊന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുക്കാൻ. പിന്നെ നമ്മൾ ഡയമണ്ട് പിക്കാക്സ് തിരിച്ച് വെക്കാം കേട്ടോ. ഡയമണ്ട് പിക്കാക്സ് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മെൻഡിങ് ഇട്ടിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. മെൻഡിങ്ങിയുടെ അധികം ഡ്യൂറബിലിറ്റി ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് കുറച്ച് ബ്ലോക്കും വേണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡേർട്ട് വേണം, കോബിൾ സ്റ്റോൺ വേണം. പൊട്ടിക്കുക എളുപ്പം ഡേർട്ട് ആയാലും ഡേർട്ട് തന്നെ എടുക്കാം. പിന്നെ നമ്മുടെ
ആർമറ് ബെഡിൻ്റെ ആവശ്യമില്ല. എങ്ങാനും അറിയാതെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. ഓക്കെ, അതുകൊണ്ട് ബെഡിന് ആവശ്യമില്ല. പുതിയ സോഡ്, ടോർച്ച് വെച്ചേക്കാം. ഓക്കെ, ഒരു കാര്യം ചെയ്യും, ഇത് ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ വെക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പോർട്ടൽ ദൈവത്തെ ഓർത്ത് ബസാൾട്ടായിരിക്കല്. വേറെ ഏത് ബയോമായാലും കുഴപ്പമില്ല. സോൾ സാൻഡ് വാലിയിലെ ഗാസ്റ്റിൻ്റെ അടി കൊണ്ട് ചത്താലും കുഴപ്പമില്ല, ബസാൾട്ടായിരിക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് കയറുക. അയ്യോ, അതങ്ങനെയല്ലായിരുന്നു, പണ്ട് അങ്ങനെയായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെതറിൽ കയറുമായിരുന്നു പണ്ടത്തെ വേർഷനിൽ. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ ഫോണിൻ്റെ സ്ക്രീനൊക്കെ, എൻ്റെ പൊന്നു, സ്ക്രീനിൻ്റെ സൈഡൊക്കെ പൊട്ടിച്ചിന്നി ചിതറി ചാവോ. നമുക്ക് മിക്കവാറും ബെഡ് റോക്ക് എഡിഷൻ ആയതുകൊണ്ട് കയറുമ്പോൾ തന്നെ നമ്മൾ യു ഡൈഡ് എന്നായിരിക്കും കാണിച്ചത്. ഡ്യൂ ഡൈഡ് ബൈ എ ഹോഗ്ലിൻ, പിഗ്ലിൻ, സോഗ്ലിൻ അല്ല, ഹോഗ്ലിൻ, പിഗ്ലിൻ, ഗാസ്റ്റ്, ബ്രൂട്ട് ഞാൻ കൊള്ളില്ല. ഓക്കെ, ഭാഗ്യത്തിന് നമ്മൾ ചത്തില്ല. നെതർ വേസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. യെസ് കേസ്, നമ്മൾ നെതർ വേസ്റ്റിലാണ് വന്നിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ സോൾ സാൻഡ് വാലി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊള്ളാം, നൈസ് സോൾ സാൻഡ് വാലി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സോൾ സാൻഡ്, 2, 3, അയ്യോ ആരോ അമ്പോളി സോൾ സാൻഡ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും ഗാസ്റ്റ് ഉണ്ട് ഗൈസ്. ചത്ത് ഗാസ്റ്റ് ചത്ത്. ദൈവമുണ്ട്. ഞാനിത് എവിടെ ഇത് ഗൈസ്? ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ദൈവം. നമ്മുടെ പോർട്ടൽ ഇവിടെ ഇരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വന്ന പരിപാടി സെറ്റ് ചെയ്യാം. നമ്മളെ ഈ ഒരു ക്വാഡ്സ് മൈൻ ചെയ്യാം. ഭാഗ്യത്തിന് ബസാൾട്ടല്ല, തൊട്ടടുത്ത് സോൾ സാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര എളുപ്പമായി. പിന്നെ നമുക്ക് നെതറൈറ്റ് മൈനിങ് ഏരിയ, അത് നമ്മുടെ ഒരു വേറൊരു സംഭവമാണ്. ഗോൾഡൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഗോൾഡൊക്കെ വേണം. നമുക്ക് നെതറൈറ്റ് ആക്കാൻ ഗോൾഡ് വേണ്ടേ. പിന്നെ നമുക്ക് അത്യാവശ്യം നെതറാക്കും എടുത്തുകൊണ്ട് പോകാൻ. നെതറാക്കാകുമ്പോൾ എളുപ്പത്തിൽ പൊട്ടുകയും ചെയ്യും. ഞാൻ ഒറ്റ സെക്കൻഡ് ഞാൻ നേരത്തെ വിചാരിച്ച് ഞാൻ ചത്തെന്ന്. ഭാഗ്യത്തിനാണ് ജീവൻ കിട്ടിയത്. പിന്നെ ഫുഡ് ഫാമിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സിമ്പിൾ ഡിസൈൻ ഇതുവരെയും കിട്ടുന്നില്ല. ഒരു ഡിസൈൻ കിട്ടി, പക്ഷേ ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. അത് നമുക്ക് എന്തായാലും നോക്കണം, ഫുഡ് ഫാമിൻ്റെ കാര്യം. കാരണം നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. ഫുഡില്ലാതെ നമുക്ക് മൈൻക്രാഫ്റ്റ് ജീവിക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബ്രെഡൊന്നും വേണ്ട. ഇവിടെ ബ്രൗൺ മഷ്റൂമൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് ആവശ്യം വരും. ഓക്കെ, ബ്രൗൺ മഷ്റൂം എടുത്തേക്കാം. എന്തെങ്കിലും ആവശ്യം വന്നാലോ, വല്ല പോഷനോ വല്ലതും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ സോംബിഫൈഡ് പിഗ്ലിൻസ് കുട്ടന്മാർ ഹിയർ. അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ട് പോകണം? നമുക്ക് വേറെ അങ്ങോട്ട് പോകാനില്ലല്ലോ, അത്ര മതിയില്ല. നമ്മുടെ പോർട്ടലൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്വാർട്സ് മൈൻ ചെയ്യല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഗാസ്റ്റ് വരല്ലേ എന്നൊരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചത്ത്. ഓക്കെ, പിന്നെ ഇങ്ങനെ മൈൻക്രാഫ്റ്റ് ഞാൻ സൗണ്ട് ഇട്ട് കളിക്കണോ സൗണ്ട് ഇടാതെ കളിക്കണോ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. കാരണം സൗണ്ട് ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ സൗണ്ടിനെക്കാട്ടും നിങ്ങൾ മൈൻക്രാഫ്റ്റ് സൗണ്ടായിരിക്കും കേൾക്കുന്നത്. പിന്നെ എൻ്റെ വോയിസ് ഒന്നും കേൾക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സൗണ്ട് മ്യൂട്ടല്ല, 15% എങ്ങാണ്ടാണ് എൻ്റെ സൗണ്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്വാഡ്സ് മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാറായി. അപ്പോൾ നമ്മൾ പിഗ്ലിൻ ഒരുത്തനിപ്പോൾ കുഴി പോയി ഞാൻ കണ്ട്, ഒരുത്തൻ വീണ്. അപ്പോൾ പിഗ്ലിൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ പിഗ്ലിനെ പോലെയാണ് നിങ്ങളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഈ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം. കുറച്ചും കൂടി ഗോൾഡ് എടുത്തിട്ട് പോകാം. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഗാസ്റ്റിൻ്റെ അടി കൊണ്ട് ചാവുന്നതിന് മുമ്പ് നേരെ വീട്ടിൽ പോകും, അതായിരിക്കും ബെസ്റ്റ്. പിന്നെ ഞാൻ ഈ ഒരു വേൾഡിൽ വല്ല മോഡോ കിട്ടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഞാൻ പണ്ടത്തെ ഓർമ്മയില്ല, പണ്ടത്തെ വേർഷനിൽ നമ്മൾ പോർട്ടലൊന്നും തൊട്ടാൽ മതി, നമ്മൾ അപ്പുറത്തെ സ്ഥലത്ത് പോയി കഴിഞ്ഞ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സ്ഥലത്ത് എത്തി. അത്രയും പൊളിയായിരുന്നു പണ്ടത്തെ വെർഷൻ. ദൈവത്തെ ഓർത്ത് രാത്രിയാവാതിരുന്നാൽ മതിയായിരുന്നു ഓവർ വേൾഡിൽ ഗൈസ്.
മിക്കവാറും രാത്രിയായിരിക്കും. എൻ്റെ ഓ ഗൈസ് ജസ്റ്റ് സന്ധ്യയായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് പോയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ. ഏകദേശം 10 മിനിറ്റിന് മുകളിൽ എന്തായാലും പോയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കില്ലും വീഡിയോ കാണാം. എല്ലാവർക്കും തന്നെ പന്നിക്കോട്ട ബായ് പറ. ബായ്.